മദ്യം മയക്കുമരുന്നുകളുടെ ക്രമാതീത വർധനയിൽ അമർന്നു കഴിയുന്ന നാട്ടിൽ വീണ്ടും മദ്യലഭ്യത വർദ്ധിപ്പിക്കാൻ പുതിയ ബ്ലൂവറി ഡിസ്റ്റിലറി ശാഖയ്ക്ക് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് വളരെ അടിയന്തരമായി പിൻവലിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മദ്യവർജനം പറഞ്ഞ അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മദ്യവിരുദ്ധ സമിതി ജില്ലാ നേതൃത്വം കുറ്റപ്പെടുത്തി. കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ഇടതു സർക്കാർ തുടരെ മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടും മദ്യബാറുകൾ പൂട്ടിക്കിടന്ന ബാറുകളും വിദേശ മദ്യശാലകളും ഒക്കെ തുറന്നുകൊണ്ട് കേരളത്തിൽ മദ്യപ്രളയം സൃഷ്ടിക്കുകയായിരുന്നു. അതിനൊന്നുകൂടി ആക്കം കൂട്ടുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ്. പാലക്കാട് ജലക്ഷാമം ഏറ്റവും രൂക്ഷമായ ആ നാട്ടിൽ ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങുവാൻ ഒയാസിസ് കമ്പനിക്ക് ഈ സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതം എത്ര വലുതാണ് എന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കാരണം മദ്യമാണോ കുടിവെള്ളമാണോ ജനങ്ങൾക്ക് സർക്കാർ കൊടുക്കേണ്ടത് എന്നുള്ള ആ പ്രാഥമിക കാര്യം പോലും അവഗണിച്ചുകൊണ്ട് കുടിവെള്ളം കൊടുത്തില്ലെങ്കിലും മദ്യം കൊടുക്കുവാനായിട്ട് ഈ ബ്രൂവറിയുടെ അനുവാദം അത് ജനങ്ങൾക്ക് അങ്ങേയറ്റം അത് ജനങ്ങളെ വീണ്ടും ഈ മദ്യലഹരിയിലേക്ക് ആഴ്ത്തുന്നതിന് തുല്യമാണ് ഈ നടപടി. സർക്കാർ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് വിവിധ കമ്മിറ്റികൾ ഇടുക്കി രൂപതയുടെ KCBC മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്തുടനീളം പ്രതിഷേധ ജ്വാലകളാണ് നടക്കുവാൻ പോകുന്നത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ അപലപനീയമായ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൂക്കുപാലത്ത് ഈ ആഴ്ച തന്നെ പ്രതിഷേധ ജ്വാല തൂക്കുപാലത്ത് സംഘടിപ്പിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ കിരാത നീക്കത്തിനെതിരെ പ്രതികരിക്കണമെന്ന് രൂപതാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്.